ഇനി പറഞ്ഞേക്കുണ്ട് ഈ മരം എല്ലാരും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊറേ. അപ്പോൾ ഇന്ന് നമ്മളുള്ളതേ നമ്മളെ തറവാട്ടിലാണ് കേട്ടോ. തറവാട് വരുമ്പോൾ സന്തോഷേട്ടൻ്റെ തറവാട്ടിലാണ്. ഞാൻ അറിയാൻ വേണ്ടി പറയണേ, ഒക്കെ നമ്മളെ വീട് തന്നെയാണ്. ഇന്നലെ ഇട്ട ഡ്രസ്സ് അയച്ചിട്ടുണ്ട്, നനച്ചിട്ടില്ല. അപ്പോൾ ഇന്നും കൂടി ഇട്ടിട്ട് മുതലാക്കിയിട്ട് കഴുകുന്നുള്ളൂ. അപ്പോൾ നമ്മളെ തിരുവാലി വീട്ടിലാണ്. അപ്പോൾ അപ്പോസും ഞാനും സന്തോഷേട്ടനും രാവിലെ വന്നതാട്ടോ. ഉച്ച സമയമായി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ചേച്ചീൻ്റെ വീട്ടിൽ പോകാണ്ട്, പിന്നെ അതേപോലെ എൻ്റെ തറവാട്ടിക്കും പോകണ്ട, അച്ഛമ്മേൻ്റെ അടുത്തേക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ ഓണം കൂടാൻ ഇന്നും ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പോവലുണ്ട് മാസത്തിൽ. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് എടുക്കാനും കാണിക്കാനും ആരെയും കാണിക്കാൻ പറ്റില്ല. രാവിലെ വരും ഞങ്ങൾ നേരത്തെ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് സമാധാനത്തിലൊക്കെ, ഇവിടെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. പാടവും തോടും കുളവും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾ ചെറിയ റീലും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളുണ്ട്, കുട്ടിയച്ഛന് ഇതാ വരുന്നേ. ഞങ്ങൾ പാടത്തൊക്കെ പോയിട്ട് മീൻ പിടിക്കാനൊക്കെ പോയിട്ടാ. കുറച്ച് പരല് മീനൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ അല്ലേ നമുക്ക് പിടിക്കാൻ. പണ്ടത്തെ കാലത്ത് ചെയ്യല് മീന് വേണ്ടിയിട്ടൊന്നുമല്ല, ഇവിടെ കൊണ്ട് വെറുതെ പത്രത്തിൽ അടച്ചേക്കാനാണ്. അപ്പോൾ നോക്കിയേ, ഉള്ളില് കുട്ടിയമ്മ ഉണ്ട്, അച്ഛമ്മ ഉണ്ട്, മോനുണ്ട്, എല്ലാരും ഉണ്ട്. അച്ഛമ്മ വന്നിട്ടുണ്ടാവും അല്ലേ കുട്ടിച്ചാ? അച്ഛമ്മ വന്നില്ലേ? സമയം കുറേ. അപ്പൊ എല്ലാരും കാണിക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മളെ കിണർ റിങ്ങൊന്നും ഇറക്കാത്ത പഴയകാല കിണറാട്ടോ. വെള്ളം നിറഞ്ഞു നിൽക്കണേ. ഈ പടവും കൊടുത്തില്ല. അയ്യോ നല്ല സീനാ. ഈ മരം ഒന്നും വലുതായാലും അതിന് ഇരുന്നാൽ മതി. അപ്പൊ ഇന്ന ഫോട്ടോ എടുക്കാനേ. നല്ല തണുപ്പൊക്കെ, ഇഷ്ടം പോലെ മരം. പിന്നെ പാടം കൂടിയല്ലേ, മഴ പെയ്താ അങ്ങോട്ട് മീൻ വരുന്നു മുറ്റത്തേക്ക് കയറും. പോയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പുറത്തേക്ക്. അപ്പൊ നമ്മൾ ഓണക്കോടിയൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ, എടുത്തിട്ടില്ലേ. അപ്പൊ എല്ലാരും വരട്ടെ എന്ന് വിചാരിച്ചു നിന്നതായിരുന്നു. അച്ഛമ്മ ഇവിടെ കൈലാസം എന്ന് പറയുന്ന തിരുവാലി അമ്പലത്തിൽ രാവിലെ പണിക്ക് പോകുന്നുണ്ടേ, പൂവൊക്കെ ആക്കി കൊടുക്കാനൊക്കെ. അപ്പൊ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാരും ഒത്തുകൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. തിരുവാലി തോടായം. അപ്പോൾ കുട്ടിച്ചനെ നമ്മളെ വീഡിയോയിൽ കുറേ ആൾക്കാർ കണ്ടിട്ട് കുട്ടിച്ചനോട് ചോദിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ ചെറിയച്ഛനാണത്. കുമ്പുട്ടത്തേക്ക് ഇവിടെയൊക്കെ ഓണപ്പൂവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കണ്ടൂര് കാണുന്നത് ഓണപ്പൂവ് പറയും ഞങ്ങൾ. കാശിത്തുമ്പാന്ന് ചില സ്ഥലത്തേക്കൊക്കെ പറയും ആ പൂവ്. പിന്നൊക്കെ മല്ലികൊക്കെ വാങ്ങിയ പൂക്കളാണ്. അപ്പോൾ സിറ്റൗട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടിച്ചനെയും ഫാമിലിനെയും കാണണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ സാധാരണ കുട്ടിച്ചൻ. ഇതാ വഴി തന്നെ മരുമോനും മൂത്ത മരുമോനാണ് കേട്ടോ. ഇതാണ് പിന്നെ അറിയില്ലെങ്കിൽ എല്ലാരും. മൂത്ത മോള്, ഇളയ മോള് ബാക്കില്. ഇതാണ് അച്ഛമ്മ. പിന്നെ കുട്ടിച്ചന്റെ 2 പേരമക്കളാട്ടത്. ഹായ് കൊടുക്കാം. എന്റെ ഫ്രണ്ട് കാണും ബാലവാടി. ഇത് അവിടെ ഒന്നും കൈയിടല്ലേ. ഹായ് കൊടുക്കും. പിന്നെ നമ്മള് മോനിട്ടനുണ്ട്, ഉള്ളിലുണ്ട് കിടക്കണ്. അപ്പോൾ പിന്നെ കുട്ടിയമ്മ ഇപ്പോൾ വരും. അപ്പോൾ എല്ലാവരും അടുക്കളയിലേ ഭക്ഷണത്തിൻ്റെ തിരക്കാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നാലും പിന്നെ ഇവിടെ ഓണസദ്യ ഉണ്ട്, തിരുവോണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വരുന്നുണ്ടെന്നപ്പോൾ ഇന്ന് നമ്മൾ ഓണം കഴിച്ചതാണ് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ പാക്ക് ചെയ്തതാണല്ലേ. അച്ഛമ്മക്ക് കൊടുക്ക്. ആ കുട്ടി തരുന്നുണ്ട്. അമ്പടിക്ക് ഇപ്പൊ തരും ആന്റി. കുട്ടിയമ്മ അമ്പടി കൊറേ വെയിറ്റ് ചെയ്യുന്നു. അമ്പടിക്കത് അമ്പടിക്ക് അമ്മയ്ക്കും അമ്മേനെ കാട്ടി കൊടുക്ക്. കുട്ടിമേനെ വലത്തെ കൈ കൊണ്ടു. വലത്തെ കൈ സാധനം അല്ലേ എടുത്തു ദേവട്ടി അമ്മയുടെ പെട്ടില കിട്ടുന്നത്. 2 കൈ കൊണ്ട് വാങ്ങുക. ഇങ്ങനെ കൊടുക്ക്. ഒരാളുണ്ട് കേട്ടോ. ഇത് ബീട്രൂട്ട് പച്ചടി. ഇതെന്തൊരു സാധനം? ഓല. എനിക്കറിയാം ഓല. പയറുപ്പേരി വീഡിയോയിൽ പറയണ ആദ്യമായിട്ടാണ്.
ഓലൻ, അവിയല്, പുളിയഞ്ചി നമ്മളെ ഫേവറേറ്റ് ആണ്. പിന്നെ അച്ചാറ് അവിടെ ഉണ്ട്. ഇപ്പൊ എടുക്കണം. എനിക്കറിയില്ല. ഇതെന്താ അമ്മ ഇപ്പൊ വിളമ്പണത് എന്താ? ഇതാ അവിയല്. അത് കടുമാങ്ങച്ചാറാണ്. അങ്ങനെ പറഞ്ഞു. കടുമാങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ. ഞാൻ വന്നോട്ടെ. റെഡി ഇരിക്കില്ലേ? അവിയല് ആ വില് തരും. മുളത്തിയ ഇത് പയറുപ്പേരി ഇന്ന് പ്രത്യേക സ്പെഷ്യൽ കേട്ടോ. ചിക്കനല്ലേ? അതാ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ അതാണ് ചിക്കൻ. ഇതാണ് ചിക്കൻ. അത് കൂട്ടുകറി. ഇത് കൂട്ടുകറി. അല്ല ചിക്കൻ. ഇനി വരുന്നുണ്ടല്ലോ പപ്പടം കൊണ്ട്. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞു? എന്താ ചോറ്? അതിന്റെ ഇതിന് മൊത്തം വിളമ്പിയിട്ട് അച്ചാർ. ആന്റിക്ക് എവിടെ? ആന്റിനെ അവിടെ ഇരുത്താൻ പാടി. ഒരാളെ കൂടി ഉണ്ടോ കടന്നുറങ്ങണം? കുറച്ച് കുറച്ച്. ഇത് വരുവാ? നോക്കിയേ, ആന്റി അവിടെ ഇരിക്കണേന്ന്. എന്റെ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇവിടെ ഇരുന്നോന്ന്. സാമ്പാറുണ്ട് ഇനി. എന്നാ മോര് കറി. കുറച്ച് മോര് കറി മതി. സാമ്പാറും ഉണ്ടോ? അല്ല, ഓന്റെ അച്ഛനും ആ. രസമാണ്. അച്ഛനും കൊടുക്കും, അച്ഛനും കൊടുക്കും. കുട്ടിക്കത് മതി. അച്ഛമ്മ, ഞാൻ അച്ഛമ്മേന്റെ അടുത്ത് എത്തിട്ടോ. അച്ഛമ്മേന്റെ ഓണാണേ. എല്ലാവരും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുറെ ആൾ ചോറിന് പോയി. ചെറിയ അമ്മായി, വലിയ അമ്മായി ഇതോടെ ചോറിനാണ്. വലിയ അമ്മായിനെ കണ്ടിട്ടുണ്ടോ? ഇതാട്ടോ. അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ട്. ചോറിൽ കഴിഞ്ഞു. അതാ നോക്കിയേ, എന്തായാലും ഞങ്ങളെ അച്ഛമ്മേൻ്റെ അടുത്ത് നിന്ന് നേരെ പോയി സിന്ധേച്ചിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ സിന്ധേച്ചിൻ്റെ വീട്ടിലൊന്ന് ഓണായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അതിൻ്റെ ഇടയ്ക്കേണ്ടതാ ക്ലാസ്സിൽ കൂടെ സന്ധ്യച്ചിയും അപ്പൂസാണ് വരുന്നത്. സന്ധ്യച്ചിൻ്റെ വീടും സിന്ധേച്ചിൻ്റെ അടുത്ത് ഏകദേശം അടുത്താണ് കേട്ടോ. വൈകുന്നേരല്ലേ നിങ്ങളിപ്പോ ആരുമില്ല അതാണ്. എന്താ ഞാൻ പിന്നെ വരണ്ട. ഒന്ന് പറഞ്ഞു ഞാൻ അവനെ കൊണ്ടാക്കണ്ട്. ഇവിടെ നിന്നോട്ടെ, വൈകുന്നേരം പോരെ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ആളില്ല, അതുകൊണ്ടാണ്. ആന്റിക്ക് കുട്ടീനോട് നിർത്തണം, അതിനാണ് അതാ പ്രശ്നം. ഇവിടെ നിന്നോട്ടെ. ഞാൻ പറഞ്ഞേക്കണ്ട വണ്ടി. എന്ത് പറഞ്ഞേക്കിനെ? അവനെ പറഞ്ഞേക്കണ്ട. ഇനി പറഞ്ഞേക്കുണ്ട്. ആദ്യമായിട്ടാണ് അപ്പൂസ് വന്നിട്ട് ഓരോ നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മമ്മ അവിടെ പറഞ്ഞു ഞങ്ങൾ പിന്നെ കേട്ടോ പൂസേ കേട്ടോ. ഒന്ന് പോയാലോ? വേട്ടാ പിന്നെ വരാട്ടാ. കണ്ടല്ലോ ഓര് നിക്കാൻ പോതിണ്ട്. അതിന് നിക്കാൻ പോയി. നിങ്ങക്ക് പോരെ, ഇത് വിഷയാക്കല്ലേ. ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? പോരാട്ടോ. ഓണം കഴിഞ്ഞിട്ടില്ലേ? ഓണം 4 ഓണം തന്നെയല്ലേ? 3 ശരിക്കും 7 ഓണം പറയേ. ഒരു ചൊല്ലില്ലേ, 3 ഓണം മുക്കിയും മൂളിയും പറയും, 4 ഓണം നക്കിയും തുടച്ചും പറയും. അങ്ങനെയൊക്കെ ഒരു ചൊല്ലൊക്കെ ഉണ്ട്. എന്ന് പോലെ ഞങ്ങളിപ്പോ രാവിലെ ഈ സമയം 6 മണിയായി. ഈ സമയത്ത് ഇറങ്ങിയിട്ട് ഇന്നിപ്പോ ഈ സമയത്ത് അവിടെ ഒന്ന് കേറണേ. നമ്മള് 3 വീട്ടില് പോയില്ലെന്ന്. 3 വീട്ടില് പോയി. ഒരു 4 സ്ഥലത്ത് ഒരു വീഡിയോ മുയിക്കാൻ പറ്റില്ല. അതിനങ്ങനല്ലേ അവിടെ തിരുവാലി. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ പോരേണ്ട തിരക്കും എല്ലാം കൂടി ആകുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമല്ല വൈകി. പിന്നെ എന്റെ തറവാട്ടിൽ ചെന്നപ്പോ അവിടെ അതിലും വലിയ ബഹളം. സിന്ധച്ചിനോട് ചെന്നപ്പോ അവിടെ അതേപോലെ സന്ധ്യച്ചിയും മക്കളും മരുവനും എല്ലാരും അവിടെ ഒച്ചയും മുടി വരുത്. സന്ധ്യക്ക് വരുന്ന പറഞ്ഞു, പക്ഷെ അവർക്ക് വരുന്നില്ല. കുട്ടിക്ക് വയ്യാതെ ഡേറ്റ് ആയതാണ് ഇന്നൂന്. ഡിസൈൻ കഴിഞ്ഞാലും വരുമല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു കടമ്പ വരുന്നുണ്ട്. കൊറേ ദിവസത്തെ ഒരു സമാധാനത്തിന് ശേഷം വരുന്നുണ്ട്. പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റൂല. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമുക്ക് ഓണത്തിരക്കായിരുന്നു. ഇന്ന് ഓണം കഴിഞ്ഞാൽ ക്ഷീണുണ്ട്. രാവിലെയും പല യാത്ര ചെയ്യുന്നു. 3 ഓണത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് കയറിയതാ. അപ്പൂസിനെ സന്ധ്യാന്റി പഠിച്ചാണി നിക്കാൻ നോക്കി. അപ്പൊ കണ്ണിൽ വെള്ളം നിറയ്ക്കണ്ടോ പോന്നിട്ട് ഓനാണ് നിർത്തണം. പിന്നെ മോനും പറയുന്നുണ്ട് ഓനേതായാലും നാളെ പോവാണ്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ എനിക്ക് കുഴപ്പമില്ലെന്നല്ല ഞാൻ വിചാരിച്ചു. എല്ലാവരും ഉണ്ടാകുമ്പോൾ അപ്പൂസിനെ ഓനൊരു ഇതായിക്കോളും എല്ലാവരും ഇടയിൽ വിചാരിച്ചു. പക്ഷെ സന്തോഷമായിട്ട് സമ്മതിച്ചില്ല. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് മോനങ്ങോട്ടന്നെ കൂട്ടി കൊണ്ടുവന്നു. ഇവിടെ ഞങ്ങൾ 4 ആളുകളിൽ അപ്പൂസും പോയാ പിന്നെന്താ ഒരു ഒച്ച തീരില്ലല്ലോ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായാലും വിചാരിക്കണേ. ഓണം കൂടാൻ പറ്റാത്തവരും കഴിക്കാൻ പറ്റാത്തവരും പറ്റൂലേ.
എല്ലാവർക്കും പോകണം കഴിക്കാൻ പറ്റില്ല. അതെ, നമ്മളിപ്പോ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു അല്ലേ. പ്രാവശ്യം നമുക്ക് ഓണം പറഞ്ഞില്ലേ, വിചാരിക്കാതെ നമ്മളെ തറവാട്ടിൽ കൂടാൻ പറ്റി. അവിടെ പോയി അമ്മേനെ കൂട്ടിയില്ല, ഞങ്ങൾ പോയെങ്കിലും സംഭവം അങ്ങനെ കൂടുക അതൊരു വേറെ കൂടിയിട്ടില്ല, ഇതുവരെ കൂടിയില്ല. ഇത്രയും ഒന്ന് ഓർത്തൊക്കെ നമ്മളെ തറവാടാണ് വിഷയം, നമുക്ക് പോകാനുള്ള സാഹചര്യം വന്നില്ലായിരുന്നു. പരിപാടിക്ക് പോയില്ല, എല്ലാത്തിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത്. അല്ലാതെ പോകണ്ടല്ലോ ഓണത്തിന്. മാസം മാസം പോയി വരുന്ന സ്ഥലം. അടിക്കണ എപ്പോഴും അടിയാണ് ഇങ്ങനെ. എന്തൊക്കെ ഓണ വിശേഷം എന്തൊക്കെ? അപ്പൂന്റെ ഫ്രണ്ട്സുകള് വന്നു. നാളോണല്ലേ ഉണ്ടാക്കണോ? അപ്പൂന്റെ ഫ്രണ്ട്സുകള് അപ്പൂസെ വിളിച്ചില്ല. അപ്പൂസെ തെരഞ്ഞു രണ്ടാൾക്കാർ തെരഞ്ഞു വന്നിട്ടുണ്ട്. ഒരായിരത്തി കൈയോട് ഒരു കാണുണ്ടെങ്കിലും ഒരിക്കലായി. അപ്പൊ ഒരു അന്ന് നോക്കുമ്പോ അപ്പൂറ്റ ഉണ്ടായതുമില്ല. അപ്പൊ അപ്പു ഇഷ്ടം ഓണം കഴിഞ്ഞോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വേണം നമുക്ക് ഓണം. ഓനപ്പ എന്താ നമുക്ക് ഓണം ഉണ്ടാക്കാൻ മതിന്ന്. അതാണ് എല്ലാവർക്കും നിക്കാനൊക്കെ. പക്ഷെ നമ്മൾക്കിപ്പോ ഇഷ്ടമുണ്ടായതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമ്മൾക്ക് കാര്യം കൂടി അതിനോട് യോജിപ്പ് വേണ്ടേ. അപ്പോൾ ഇതിട്ട് പോന്നാലും പോയി കണ്ട് കൂടി പോരാൻ പറ്റി. ഓൽക്കും സിന്ധേച്ചി ഇങ്ങനെ വിളിക്കണ്ടേ, ഞാൻ സിന്ധേച്ചിനെ പറ്റിച്ചു ഞങ്ങൾ വരുന്നില്ലായിരുന്നു. അപ്പൊ എന്തേ ഒന്നുമില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് മുന്നിക്ക് വണ്ടിയൊക്കെ ഓടിച്ച നമ്മളാണ് ഓല അറിയണത്. സന്ധ്യ ഉണ്ട്, എല്ലാരും ഉണ്ടല്ലോ. ഒന്നാമത്തെ പ്രശ്നം അതാണ്, ഇതുവരെ എല്ലാരും ഉണ്ടായി. പിന്നെ അങ്ങോട്ട് ഒരു കാലത്ത് ഒരു സമയത്ത് എല്ലാവരോട് പോയപ്പോ പിന്നെ വീട് ആകെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പൂസിനുള്ള ഉണ്ടാട്ടോ അല്ല. പിന്നെ ഓണം പിന്നെ ഈ ഓണം വരുന്നതെന്ന് ഒരൊറ്റ പ്രതീക്ഷ, ഒരു സമാധാനം കേട്ടോ. അതും ഈ കീമോന്റെ മുന്നേ തന്നെ അതും കഴിയും. ഇനിയിപ്പോ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതും എടുക്കണോ. ഇനി അതിലെന്ത് പറയും, അങ്ങനത്തെ ടെൻഷനും എല്ലാം കൂടി പിന്നെ ഒറ്റയ്ക്ക് വരാൻ നിൽക്കണുള്ളൂ. അപ്പോൾ നമ്മളെ വിശേഷത്തിലുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും എന്താ പറയാ, വിരുന്നിലും. അതെ, ഇന്ന് വീട്ടിലൊക്കെ പോയപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്വന്തം വീട്ടിലേക്കൊക്കെ വിരുന്ന് വരുന്ന സമയമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ കണ്ടു. അങ്ങനെയൊക്കെയാണ്. ഞാനും പിന്നെ പോയി നിന്നിട്ടൊന്നുമില്ല, 2 വീട്ടിലും പോയിട്ട് വന്നതാണ്. അപ്പൊ എല്ലാരും ഓണൊക്കെ എന്താ പറയാ ആഘോഷിച്ചെന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്കിനി പിന്നെ കാണാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ.